ഇവള് ജോലിക്കും കൂടെ പോയി തുടങ്ങിയ പിന്നെ ഈ നാട് വിട്ടാ മതി. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായില്ലമ്മ. അതെന്താ? അവർക്ക് വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആരും അറിയാതെ ഞാൻ കീറിക്കളഞ്ഞു. ഇതെപ്പോ? അത് കുറച്ചു മുന്നേ. കീറി വലിച്ചെറിഞ്ഞാലേ അത് വീണ്ടും ഒട്ടിച്ചാലോന്ന് പേടിച്ച് ഞാനത് ഫ്ലഷ് അടിച്ച് കളഞ്ഞു. ഓ എന്റെ അഞ്ചു, നീ ഒരു നല്ല കാര്യം ചെയ്തല്ലോ. തൽക്കാലം ഇതാരും അറിയണ്ട. ഇല്ലമ്മ. അവൾ എവിടെ വരെ പോകുന്ന് നമുക്ക് നോക്കാലോ. ഏട്ടത്തി എന്തേ തപ്പുന്നേ? എടാ എന്റെ അഡ്വൈസ് മെമ്മോ കാണുന്നില്ല. എന്താന്ന്? എടാ ജോലി കിട്ടുന്നതിന് മുന്നേ അന്ന് പോസ്റ്റ്മാൻ മദനം കൊണ്ടു തന്നില്ലേ ആ പേപ്പർ, അത് കാണുന്നില്ല. ഞാനാണ് ഇവിടെ എല്ലാം അന്വേഷിച്ചു, ഇവിടെ ഒന്നും ഇല്ല. എല്ലായിടത്തും നോക്കിയാ? എല്ലായിടത്തും നോക്കിയടാ. അതിപ്പോ ആരെടുത്തിട്ട് പോവാനാ? അല്ല ഏട്ടത്തി, ദേവ് നേരത്തെ പറഞ്ഞില്ലേ 5 മേലോട്ട് വന്നോന്ന്. ഏട്ടത്തി വന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അഞ്ചോ, അഞ്ചോ. എന്താ പ്രകാശ, എന്താ കാര്യം? ഏട്ടത്തിക്ക് വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ കാണുന്നില്ല അല്ലേ? ഇല്ലാത്ത സാധനം തപ്പി നടന്നാ ഇങ്ങനെ കിട്ടാനാണ്? അമ്മേ അതിങ്ങോട്ട് തന്നേ. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുക്കാത്ത എങ്ങനെ തരും? അഞ്ജു, ഞാനായിട്ട് തീർത്തത്. അഞ്ജു നീ കളിക്കല്ലേ, അതിങ്ങോട്ട് തന്നേ. എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല ഇടത്തി, ഞാനത് കീറിക്കളഞ്ഞു. കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞ കഷ്ണം കഷ്ണാക്കി ക്ലോസറ്റിലിട്ട് ഫ്ലഷ് അടിച്ചു. നിങ്ങൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ പോയി. അഞ്ജു നീ എന്താ പറഞ്ഞേ? എന്റെ മോഹന, അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എഴുതി കിട്ടിയ ജോലിയാ. അത് എന്റെ സഹായത്തോടെ. ഇവൾ ഉറക്കിക്കെടുത്തി നിന്നെയാണെങ്കിൽ പൂട്ടിയിട്ട് എന്നിട്ട് ആ കിട്ടിയ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒന്ന് സൂക്ഷിച്ച് വെക്കണ്ടേ? അതാണെങ്കിൽ ഈ 5 എടുത്ത് കീറി ഫ്ലഷ് ചെയ്ത് കളയുകയും ചെയ്തു. ഇനി ഇവൾക്കൊട്ട് പരീക്ഷ എഴുതാനും പറ്റൂല. എന്തൊരു കഷ്ടം നോക്കിയേ. അപ്പൊ ഇനി ജോലിക്ക് പോകാൻ പറ്റൂലേ? പാടായിരിക്കും കേട്ടാ. ഏട്ടത്തി, നമുക്ക് PSC ഓഫീസിൽ പോയിട്ട് വേറെ എന്താ ഓപ്ഷൻ ഉള്ളത് നോക്കാം. ഇവിടെ നിന്നാരും ഇങ്ങോട്ടും പോകുന്നില്ല. മൂത്ത മകനെ പൂട്ടിയിട്ട് ഇവളെ പരീക്ഷയ്ക്ക് വിടാൻ പറ്റുമെങ്കിൽ ഇളയ മകനെ പൂട്ടിയിട്ട് ഇവളെ ജോലിക്ക് വിടാതിരിക്കാനും എനിക്ക് പറ്റും. അത് കലക്കിയമ്മ. നിന്റെ സുധ ചേച്ചിനെ വിളിച്ച് ഞാൻ ബ്ലോക്ക് ചെയ്യും. ഇനി നീ എങ്ങനെ ജോലിക്ക് പോകുമെന്ന് എനിക്കൊന്ന് കാണണം.